ഒരു പാട്ടിന്റെ ഇരടിയിൽ പാടി കർത്താവിൽ സന്തോഷിക്കുമ്പോൾ തന്നെ ഭൗതിക നന്മയിൽ നിന്ന് കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള അവസരമായിട്ട് വേർതിരിക്കും. സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരന് നിൻ വരവേതു നേരത്തൊന്നും അറിയുന്നില്ല ഞാൻ, പരന് നിൻ വരവേതു നേരത്തൊന്നും അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അതികുതുകമായി നോക്കി പാർത്തു ഞാൻ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർത്തു ഞാൻ. സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, പോയി മറയുമേ. കണ്ണിവയ്ക്കുന്നൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ, കണ്ണിവയ്ക്കുന്നൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ. സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സമയം തന്തയെ ചേർക്കുന്ന നേരത്ത് എന്താനന്ദമേ, സമയം തന്തയെ ചേർക്കുന്ന നേരത്ത് എന്താനന്ദമേ, എന്താനന്ദമേ. പ്രിയന്റെ മാർവിനെ ചാരു സമയത്ത് പരമാനന്ദമേ, പ്രിയന്റെ മാർവിനെ ചാരു സമയത്ത് പരമാനന്ദമേ. സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, എടുക്കപ്പെടുമല്ലോ. ആ മകൻ സന്തോഷ ശോഭന നാളത്തിൽ ഞാനും കാണുവേ, ആ മകൻ സന്തോഷ ശോഭന നാളത്തിൽ ഞാനും കാണുവേ. സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, സിയോൻ മണാളനെ ശാലിനി പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവസഭയ്ക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ഈ സഭാരാധനയിൽ പ്രാരംഭമായി അറിയിക്കുന്നു. ഈ ദൈവസഭയ്ക്ക് ശക്തമായ ആത്മീയ നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന പ്രിയ സാവു പാസ്റ്റർ കുടുംബം, പ്രിയ ബോബൻ പാസ്റ്റർ കുടുംബം, അതിഥികളായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കുടുംബമായി ഈ രാജ്യത്തായിരിക്കാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 2017 ഞങ്ങൾ UAE നിന്ന് പൂനെയിലേക്ക് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നുപോയത്. കഴിഞ്ഞ 7 വർഷത്തിലധികമായി ആ ദേശത്ത് പൂനെയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ വ്യത്യസ്തമായ സഭകളിൽ ചെയ്യുവാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ
കുഞ്ഞുങ്ങൾ മോൻ്റെ 12th മോടെ 10th ഒക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡീസൊക്കെ പൂനെയിൽ ചെയ്ത്, പ്രത്യേകിച്ച് 3 മാസമായിട്ട് ഞങ്ങളുടെ മകൻ നോയൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. ഈ സഭ അവന് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും സ്നേഹത്തിനുമൊക്കെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അവന് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് MBA കഴിഞ്ഞ് WNS എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ പൂനെയിൽ ജോലി ചെയ്യുമായിരുന്നു 3 വർഷമായിട്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്തിനാ അവനെ ഇവിടെ നിന്ന് ദുബൈക്ക് വിടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, നാട്ടിലൊക്കെ ഈ വാഴയുടെ വിത്ത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊട്ടി വരും. അത് നമ്മൾ അടർത്തി പിരിച്ചു നടും. പിരിച്ചു നട്ട് കഴിയുമ്പോൾ അത് നല്ല ഫലം കായ്ക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്നൊക്കെ ഒന്ന് മാറി നിന്നെങ്കിൽ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവും. അങ്ങനെയാണ് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്. ജോയിച്ചാനും കുടുംബവും അതിന് പൂർണ്ണ സപ്പോർട്ട് തന്നു. അവൻ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ AVS എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുവാനുള്ള അവസരം ദൈവം ഒരുക്കി. ഞങ്ങളുടെ മകളും 10th കഴിഞ്ഞ് 12th അവളുടെ BCom ഓണേഴ്സ്, ACCA, MBA ഒക്കെ കഴിഞ്ഞ് ഒരു ജർമ്മൻ ബാങ്കിൽ പൂനെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബമായി ഇങ്ങനെ ഒന്ന് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഏബലിൻ്റെ മാരേജിന് ഞങ്ങൾ ഒരു ഷോർട്ട് വിസിറ്റ് വന്നിരുന്നു. അന്ന് നമുക്ക് ഓൺലൈനിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. എന്നാൽ ഇന്ന് ഓഫ്ലൈനിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ അമ്മച്ചി നാട്ടിൽ നിന്ന് കടന്നു വരുവാനിടയായി. ഏബലിൻ്റെയും കെസിയുടെയും ദൈവം അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞിൻ്റെ ഡെഡിക്കേഷനുള്ള ബന്ധത്തിൽ പല സഹോദരങ്ങളും പലയിടങ്ങളിൽ നിന്ന് ജോയിച്ചാൻ്റെയും കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ സമയം കുറച്ചുകൂടെ കിട്ടട്ടെന്ന് കരുതി ആയിരിക്കാം എൻ്റെ വൈഫ് പോലും എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞില്ല. എങ്കിലും പെട്ടെന്ന് ഞാൻ പ്രിയ ബ്രദർ ബിജു കെ ജോൺ, ബ്രദർ ഷിബു കെ ജോൺ, ഫുജേറയിൽ നിന്ന് പ്രിയ ബ്ലസ്സി, അലയിൽ നിന്ന് പ്രിയ ലിബിൻ ഫാമിലി, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് കൊണ്ടുപോകാം. ഞാൻ ഇപ്പോൾ 2 മെസ്സേജ് ക്ലബ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പാണ് പാസ്റ്റർ എന്നോട് പറഞ്ഞ് ഡെഡിക്കേഷൻ സംബന്ധമായ മെസ്സേജ് പറയണം. ഞാനോർത്തു അദ്ദേഹം തന്നെ, സഹപാസ്റ്റർ തന്നെ പ്രസംഗിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുമെന്നാണ് കരുതിയത്. എന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്ന, ലീഡ് ചെയ്യുന്ന വഴികളിലൂടെ ദൈവവചനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ, ചൈൽഡ് ഡെഡിക്കേഷൻ, ശിശു സമർപ്പണ ശുശ്രൂഷ, ഇത് ആദ്യമായിട്ടൊരു പക്ഷേ ഇതിൽ സംബന്ധിക്കുന്ന ആളുകളുണ്ടാകാം. പല പ്രാവശ്യങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുള്ളവരുണ്ടാകാം. എങ്കിലും ദൈവദാസന്മാരായ ഞങ്ങൾ ഈ ശുശ്രൂഷകൾ നടത്തുമ്പോൾ അത്യാവശ്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ 5 വർഷം അബുദാബി പെന്തക്കോസ്റ്റൽ ചർച്ചിലായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30 പിള്ളേരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത കുഞ്ഞു ഇന്ന് ഇതിനകത്തുണ്ട്, ജോനഥൻ. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ 2-3 ഫാമിലീസിനെ നിരത്തി നിർത്തി ഡെഡിക്കേഷൻ സെറമണി നടത്തിയ സമയങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആക്ച്വലി സമുദായ സഭകളിൽ കാണുന്നത് പോലെ മാമോദിസയ്ക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലുള്ളതുപോലെ പരിച്ഛേദന, സർക്കംസിഷന് പകരമായിട്ടോ ഒന്നും നടക്കുന്ന ഒരു കർമ്മമല്ല ഇവിടെ നടത്തപ്പെടുന്നത്. ദൈവം നമുക്ക് എന്ത് നൽകുന്നോ അതിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതൊരു കുഞ്ഞായാലും, അതൊരു ജീവിതമായാലും, അതൊരു വീടായാലും, അതൊരു വാഹനമായാലും, എന്തു തന്നെയായാലും ദൈവം തന്നതിനെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാറ്റിനും മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെയും കൊണ്ട് മറിയയും ജോസഫും യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്ന സന്ദർഭം ലൂക്കോസ് സുവിശേഷത്തിൽ വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ്
24-40 എല്ലാ വാക്യങ്ങളും ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 24 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട ഭാഗം തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. അതിനകത്തെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ചാപ്റ്റർ 2 വേഴ്സ് 24, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: അവനെ കർത്താവിന് അർപ്പിപ്പാനും ടു ഡെഡിക്കേറ്റ് ഹിം ടു ദ ലോഡ് ഓർ പ്രസൻറ്റ് ഹിം ടു ദ ലോഡ്. കർത്താവിന് അർപ്പിക്കുക, യേശു ക്രിസ്തുവിനെ ആമേൻ ദൈവസന്നിധിയിൽ അർപ്പിക്കുക, ടു ഡെഡിക്കേറ്റ് ഹിം ടു ദ ലോഡ്. രണ്ടാമത്തെ കാര്യം വേഴ്സ് 28 ആണ്, 28-ാമത്തെ വാക്യം. അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. 2, ടു പ്രൈസ് ഗോഡ് ഫോർ ദ ചൈൽഡ്. ദൈവം ദാനമായി നൽകിയ കുഞ്ഞിന് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം ചാപ്റ്റർ 2 വേഴ്സ് 34, 34-ാമത്തെ വാക്യം. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയോട് പറഞ്ഞ കാര്യങ്ങൾ. ബ്ലെസ്സിങ്സ് ഫോർ ദ പേരൻസ്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചൈൽഡ് ഡെഡിക്കേഷൻ സെറമണി അല്ലേ, നിങ്ങളോർക്കും 10 മിനിറ്റ് മുമ്പ് ഫാസ്റ്റ് ഇത് പറഞ്ഞ് എങ്ങനെ ഈ കാര്യം പറഞ്ഞത്. ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നപ്പോഴേ ഒരു ചെറിയ പ്രിപ്പറേഷനിലൂടെ പോരുന്നത്. ഇവിടെ വരുമ്പോൾ എങ്ങനെ ആ കാര്യം തിരിയുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഈ കാര്യങ്ങളെ പറയാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ ചൈൽഡ് ഡെഡിക്കേഷൻ സെറമണിയിൽ നടക്കുന്നത്. 1, ആമേൻ ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക, ഡെഡിക്കേഷൻ സെറമണി. 2, ആ കുഞ്ഞിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നൽകിയ അവകാശമാണ്. 3, കുടുംബജീവിതം, അതിൽ ദൈവം നൽകുന്ന തലമുറ, ആ തലമുറയോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് പ്രിയ മകൾ കെസിയായ്ക്ക് ദൈവം കൊടുത്ത വിടുതൽ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സൗണ്ട് ഡോക്ട്രിനിൽ, പഥ്യ ഉപദേശത്തിലും ബാലശിക്ഷയിലും ഈ കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പിതാവിന് വേണ്ട, ഒരു മാതാവിന് വേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവരെ സഹായിക്കേണ്ടതിന് മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. 2, ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 3, ആ കുഞ്ഞിൻ്റെ മുമ്പിൽ മാതൃകയുള്ള ഒരു ജീവിതം നയിച്ച് ആ കുഞ്ഞിനെ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഗ്രഹങ്ങൾ ആ മാതാപിതാക്കളുടെ മേൽ പകരപ്പെടേണ്ടതിന് ആ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ നിലകളിൽ ആ ശുശ്രൂഷ ഇവിടെ അനുഗ്രഹമായി നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ വിഷയത്തിൻ്റെ 1-ാമത്തെ ഭാഗം, ടു ഡെഡിക്കേറ്റ് ദ ചൈൽഡ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരു തലമുറയെ സമർപ്പിക്കുമ്പോൾ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആശ്വാസം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഔട്ട്കം, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ ധന്യനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനിടയായിത്തീരും. 2 Timothy chapter 1 verse 12. Yes. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തനത്രേ. Someone please read in English. For this reason, Nevertheless, I am not ashamed, for I know
I know whom I have believed. Praise the Lord. He is able to preserve that which I have committed unto him എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ. അവൻ എൻ്റെ ഉപനിധി അല്ലേ? നമ്മൾ ഇന്ന് രാവിലെയും ആ പാട്ടാ പാടിയത്. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം. എന്താ ഈ ഉപനിധി എന്ന് പറയുന്നത്? എന്തോ ഈ ഉപനിധി എന്ന് പറയുന്നത്? എന്തോ ഒരു വലിയ നിധിയാ അല്ലേ? നാട്ടിൽ നിധി കിട്ടുക എന്നൊക്കെ പറയത്തില്ല. എന്തോ ഈ നിധി? എന്താണ് ഈ ഉപനിധി? ആ ഉപനിധി എന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കിൻ്റെ യഥാർത്ഥ മീനിങ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനിടയായിത്തീരും. അത്യുന്നതൻ്റെ മറവ് എന്നുള്ളത് സീക്രട്ട് പ്ലേസ് ആണെന്ന് ആ ഒരൊറ്റ 2 മിനിറ്റ് കൊണ്ട് ഒരു വലിയ ദൂതാണ് സാവ്പാസ് നമുക്ക് തന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കിട്ടിയില്ല അല്ലേ? സ്തോത്രം. ആ മറവ് അതൊരു ചേംബറാണ്, സീക്രട്ട് പ്ലേസ് ആണ്. എൻ്റെ ജനമേ വന്ന് അറയിൽ കിടക്കുക. അതൊരു ഭയങ്കര മെസ്സേജാണ്. ഈ അറയിൽ കയറി ആ അറയിൽ പാർക്കുമ്പോഴാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ വലിയ റിലേഷൻഷിപ്പിൻ്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നതുപോലെ ഈ വാക്യത്തിൻ്റെയും 2 തിമോത്തി ചാപ്റ്റർ 1:12 ആ വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് പോകുമ്പോൾ മലയാളത്തിൽ നമ്മൾ പാടുന്നു, നമ്മൾ വായിക്കുന്നു, ഉപനിധി ഉപനിധി ഉപനിധി. എന്താ ഉപനിധി? ഉപനിധി എന്ന ഒരൊറ്റ വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. വിച്ച് ഐ ഹാവ് കമ്മിറ്റഡ് അൺടു ഹിം. ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നതിനെ, ഞാൻ അവൻ്റെ കരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനെ ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ജീവിത സാഹചര്യങ്ങളിലെ മുമ്പോട്ടുള്ള വഴികളെക്കുറിച്ച് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം അല്പസമയത്തിന് ശേഷം ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കുഞ്ഞിനെയും ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ എന്തിനെയൊക്കെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് ആമേൻ കുടുംബജീവിതമായാലും അത് ആരോഗ്യമായാലും, കർത്താവിന്റെ ദാസനും പറഞ്ഞല്ലോ ദീർഘായുസ് എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും പ്രയോജനമില്ല. ആരോഗ്യമുള്ള ദീർഘായുസാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ജോലിയെയും എന്തെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ അതിനെ പൂർണ്ണമായി ദൈവകാര്യങ്ങൾ അർപ്പിക്കുന്ന ഒരു ദൈവപൈതലിന് നിരാശപ്പെടേണ്ടി വരികയില്ല. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ക്ഷീണമുണ്ടാകും, നമുക്ക് അശ്രദ്ധ വരും, നമുക്ക് മയക്കം വരും, നമുക്ക് ഉറക്കം വരും, നമുക്ക് ബുദ്ധികേടുകൾ സംഭവിക്കാം, വഴിയിൽ ഒരുക്കിയിരിക്കുന്ന കണികളും കുടുക്കുകളും ഉണ്ടാകാം. എന്നാൽ നാം സേവിക്കുന്ന ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഒരു ദൈവമാണ്. നമ്മുടെ ഭാവി, നമ്മുടെ നാളെ ആ ദൈവത്തിന്റെ കരങ്ങളിലാകയാൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടോ അന്ത്യം വരെയും സൂക്ഷിപ്പാൻ നാം സേവിക്കുന്ന ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ധന്യനായ പൗലോസ് അപ്പോസ്തലന്റെ എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള 14 ലേഖനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ ലേഖനമാണ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം. ആ ലേഖനത്തോടുകൂടി പൗലോസ് ഈ ലോകം വിട്ട് ക്രിസ്തുവിനോട് ചേരാൻ പോകുകയാണ്. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം അവസാന അധ്യായം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, The time of my departure has come. എൻ്റെ നിര്യാണകാലം, ഈ ഊഷരഭൂമിയിൽ നിന്ന് പുറപ്പെടാനുള്ള ഡിപ്പാർച്ചറിനുള്ള സമയം അടുത്തിരിക്കുകയാണ്. വേദപഠിതാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ നീറോയുടെ മിന്നുന്ന വാള് എല്ലാ ദിവസവും രാകുന്ന ശബ്ദം കേട്ടാണ് പൗലോസ് ഉണരുന്നത്. ആ വാള് കഴുത്തിൽ പതിച്ച് രക്തമൊഴുകി പാനീയാഗമായി ഒരു രക്തസാക്ഷിയായിട്ട് പൗലോസ് മരിക്കാൻ പോകുകയാണ്.
ജയിലിൽ കിടക്കുന്ന, റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെ കാണാൻ കരഞ്ഞും കൊണ്ട് ജീവിക്കുന്ന ഒരു തിമോത്തിയോസ്, ഈ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്റെ കണ്ണുനീർ എന്ന് ഒരു പ്രയോഗം നമുക്ക് കാണുവാനിടയായിത്തീരും. തിമോത്തിയോസ് കരഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് പൗലോസിനെ കാണാൻ. പൗലോസ് പറയുകയാണ്, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, രാപകലും ഞാൻ നിനക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക, മകനെ നീ കരയേണ്ട, ഞാൻ പോകാൻ സമയമായി, പക്ഷേ നിന്നെ മുൻപോട്ട് നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആ ദൈവത്തിന്റെ ചില ഡെപ്പോസിറ്റുകൾ, ചില ഉപനിധികൾ, ആമേൻ, ചില വാല്യൂസ് നിന്റെ ഉള്ളിലുണ്ട്. നീ അതിനെ ജ്വലിപ്പിച്ചോണം. ഒന്ന് വിശ്വാസമാണ്. നിന്റെ അൺഫെയിൻഡ് ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് പറയുക, ആ വിശ്വാസം നിനക്ക് എവിടുന്നാ കിട്ടിയെന്നറിയാമോ? നിനക്ക് ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്നോ, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നോ, ലുലുവിൽ നിന്നോ, ഒന്നും കാരിഫോറിൽ നിന്നോ ഒന്നും കിട്ടിയതല്ല. ആ വിശ്വാസം എവിടെ നിന്നാ കിട്ടിയെന്നറിയാമോ? ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലുണ്ടായിരുന്നു, നിന്റെ അമ്മ യൂനിക്കയിലുണ്ടായിരുന്നു, അത് നിന്നിലുമുണ്ട്. ചൈൽഡ് ഡെഡിക്കേഷൻ സെറമണി കൂടെ നടക്കുന്ന സമയമാണല്ലോ. നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ എന്താ ഉള്ളത്? ഒരാൾ ഡയബറ്റിക് ആയിട്ടോ, ഹാർട്ട് പേഷ്യൻ്റ് ആയോ, ഈവൻ ക്യാൻസർ ആയിട്ടോ ഒക്കെ ഇന്നൊരു ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ആദ്യം അവർ ഹിസ്റ്ററിയാണ് നോക്കുന്നത്. ഹെറിഡിറ്ററി ആയിട്ട് അപ്പന് ഡയബറ്റിക് ഉണ്ടോ, അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ടുണ്ടോ, വല്യപ്പച്ചന് ആസ്തമയുടെ പ്രശ്നം ഉണ്ടായിരുന്നോ? കാരണം വല്യപ്പച്ചനിൽ നിന്നും വല്യമ്മച്ചിയിൽ നിന്നും ഒക്കെയാണ് ഈ രോഗങ്ങൾ പലരിലേക്കും എന്ത് ചെയ്യുന്നത്, പകരപ്പെടുന്നത്. മാരക രോഗങ്ങളല്ല നമ്മുടെ തലമുറയ്ക്ക് കൈമാറാനുള്ളത്. വലിയമ്മ ലോവീസിൽ നിന്ന് ഒരു അൺഫെയിൻഡ് ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസം യൂനിക്കയിലേക്ക് പകരപ്പെട്ടെങ്കിൽ, അമ്മ യൂനിക്കയിൽ നിന്ന് ഒരു നിർവ്യാജ വിശ്വാസം മകൻ തിമോത്തിയോസിലേക്ക് പകരപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാപിതാക്കളെ, നമ്മുടെ തലമുറകളിലേക്ക് കൈമാറാനുള്ള സ്പിരിച്വൽ വാല്യൂസ്, ആമേൻ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തോ, ആമേൻ, അല്ലെങ്കിൽ ലോകത്തിന്റെ ആഡംബരങ്ങളോ അല്ല, അതിനപ്പുറമായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതവും ദൈവത്തിൽ അടിയുറച്ച ഒരു വിശ്വാസവും നമുക്കുണ്ടോ? അതാണ് ഈ കാലഘട്ടത്തിൽ തലമുറയിലേക്ക് പകരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിന്നിലുള്ള ആ നിർവ്യാജ വിശ്വാസം, എന്റെ കൈവയ്പിനാൽ നിന്നിലുള്ള ആ കൃപാവരം നീ ജ്വലിപ്പിച്ചോണം. എന്നിട്ട് പറയാ, നിന്നിലൊരു ആത്മാവുണ്ട് കേട്ടോ, അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് സുബോധത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെ ആത്മാവാ. ഈ ആത്മാവിൽ ആശ്രയിച്ച് നീ മുൻപോട്ട് പോകണം. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ വിശ്വാസ പുരുഷൻ ആരാണെന്നറിയാമോ? അവൻ ഈ ലോകത്തിലൊരു മതത്തിന്റെ സ്ഥാപകനല്ല, സുവിശേഷം കൊണ്ട് ആമേൻ മരണത്തെ നീക്കി ജീവൻ നൽകിയ ഒരു രക്ഷകനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം ഈ അധ്യായത്തിലെ വാക്യങ്ങളാണ്. ഞാൻ സമയ ചുരുക്കം കൊണ്ട് ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. സുവിശേഷം കൊണ്ട് അക്ഷയത വെളിപ്പെടുത്തിയ ഒരു ദൈവം, സുവിശേഷം കൊണ്ട് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് അതിനെ പവർലെസ് ആക്കിയ ഒരു ദൈവം, സുവിശേഷം കൊണ്ട് ജീവൻ നൽകിയ ഒരു ദൈവം, അതെ, ആ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എത്ര മാതാപിതാക്കൾക്ക് പറയാൻ കഴിയും? ഇവിടെ കൂടി വന്നിരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് പറയാൻ കഴിയും? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ ദൈവം ആരാന്നറിയാമോ? ഞാൻ എന്തിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറയുന്നു, എനിക്കുള്ളവ എൻ്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ, തട്ടിപ്പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്നു, ജോലിയാകട്ടെ, കുടുംബജീവിതമാകട്ടെ, തലമുറയാകട്ടെ, ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതിനെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല.
അടകതല ഹതരാതല ഒരു ദുഷ്ടശക്തികൾക്കും ആമേൻ അത് അടിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതിനെ സൂക്ഷിപ്പാൻ ദൈവം ശൈത്തനോ എന്തിനാ ഭാരപ്പെടുന്നേ? എന്തിനാ നിരാശപ്പെടുന്നത്? വിചാരപ്പെട്ടാൽ ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ? ദൈവകരങ്ങൾ ഏൽപ്പിക്ക്. ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെടുന്ന വിഷയത്തെ സർവശക്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ അവൻ ശൈത്തന ധൈര്യത്തോടെ പറ, എന്നെ നടത്തിയ ദൈവം എന്റെ തലമുറയെ നടത്തും. ആമേൻ. എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ദൈവം ആമേൻ മുൻപോട്ട് പോകുവാനുള്ള ശക്തി തരോ. അതെ, which I have committed unto him, he is able to preserve that. ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതിനെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. അതെ, ജീവിതത്തെ സമ്പൂർണമായി നമ്മൾ പാടാറില്ലേ, എൻ്റെയും എനിക്കുള്ള സകലത്തെയും സമ്പൂർണമായ ഒരു സമർപ്പണത്തിലൂടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒറ്റ മിനിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനകത്ത് ആകുലപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന ആമേൻ എന്തായിത്തീരും, എവിടെ ചെന്ന് അവസാനിക്കും, എല്ലാം കൈവിട്ടുപോയി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആമേൻ ഭാരപ്പെടുന്ന ആമേൻ ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, സകലത്തെയും ആമേൻ ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക്. കർത്താവിനോട് പറ, ആമേൻ എനിക്ക് ശക്തിക്കുറവുണ്ട്, എനിക്ക് ബലഹീനതയുണ്ട്, എനിക്ക് ക്ഷീണമുണ്ട്, എനിക്ക് ഓർമ്മക്കുറവുണ്ട്, എനിക്ക് അസ്വസ്ഥതകളുണ്ട്. എന്നാൽ സർവശക്തന്റെ കരങ്ങളിലേക്ക് ആമേൻ എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ ഞാൻ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗസ്ഥ ദൈവമേ, തിരുനാമത്തെ സ്തുതിക്കുക. ഞങ്ങളുടെ ദൈവം സർവശക്തനാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നതിനെ സൂക്ഷിക്കാൻ അവിടുന്ന് വിശ്വസ്തനാകിയാൽ സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ ആദരിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവസരം തന്ന ദൈവദാസനും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ച 14th ഞങ്ങളെ നവംബർ 14 പൂനെയിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഓർത്തും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ജി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ തിരുവചനത്തിൻ്റെ ആലോചന നമുക്ക് പകൽക്കാലം ശ്രദ്ധിപ്പാൻ കൊണ്ടുമിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ഉപനിധി. ആമേൻ. നമ്മൾ ആ പദം വിട്ട് കളയരുത്. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവൻ ദാസൻ ആമേൻ ഹല്ലേലൂയ ഒരു പിരിച്ചു നടീലിനെ സൂചിപ്പിച്ചാണ് തുടങ്ങിയത് അല്ലേ? സ്തോത്രം. അങ്ങനെ പിരിച്ചു നട്ടതാണെങ്കിൽ ആമേൻ എന്താ പിന്നെ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നേന്ന് ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടാവും അല്ലേ? ഈ പിരിച്ചു നട്ട് കഴിയുമ്പോഴുണ്ടല്ലോ പരിപാലനം കൂടുതൽ വേണം. വെള്ളം ഒഴിച്ചു കൊടുക്കണം, കൊച്ചു വേലി കെട്ടണം അല്ലേ? സ്തോത്രം. നമ്മളത് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സന്ദേഹം കർത്താവിൻ്റെ ദാസൻ്റെ മനസ്സിലുണ്ടായിട്ടായിരിക്കും ഓടി വന്നത്. സ്തോത്രം. ഇല്ല, ഞങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ വേലി കെട്ടി പരിപാലിച്ചുകൊള്ളാം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി കർത്താവിനെ നാം മഹത്വപ്പെടുത്തുന്ന സന്ദർഭം. ആമേൻ. പ്രിയ ഏബൽ മോനും കെസിയ മോളും കുഞ്ഞുമായിട്ട് മുൻപോട്ട് കടന്നു വരണം. ജോയ് ബ്രദറും ആമേൻ മേരിക്കുട്ടി സിസ്റ്ററും അവരുടെ കൂടെ മുൻപോട്ട് കടന്നു വരണം. അമ്മച്ചി ദയവായിട്ട് മുൻപിൽ വന്ന് ഇവിടെ ഉള്ള ഫ്രണ്ടിലുള്ള ഒരു സീറ്റിലിരിക്കണം. കാരണം അമ്മച്ചിയെ കൂടുതൽ നേരം അവിടെ നിർത്തിക്കുന്നത് ശരിയല്ലല്ലോ. അമ്മച്ചി ഫ്രണ്ടിൽ വന്ന്, മക്കളെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു സീറ്റ് പുറകിലോട്ട് മാറിക്കൊടുക്കുക. എന്നിട്ട് അമ്മച്ചി ഫ്രണ്ടിൽ വന്നിരിക്കും. യെസ്, പാടിക്കും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു
തന്നതൊക്കെയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ സമ്പത്തും എന്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും എന്റെ സമ്പത്തും എന്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ആമേൻ. നമ്മൾ പാടിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായി കുഞ്ഞിൻ്റെ ഡെഡിക്കേഷനോടുള്ള ബന്ധത്തിൽ ആമേൻ മെസ്സേജ് നൽകുവാൻ കൊണ്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുമായി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആമേൻ ഈ കുഞ്ഞിനോട് കൈമാറുവാൻ ഞങ്ങൾക്കൊരു സന്ദേശമില്ല, ഞങ്ങൾക്ക് ഒരു ഉപദേശവുമില്ല. മറിച്ച് ആമേൻ ഈ കുഞ്ഞിനെ ആമേൻ വളർത്തി വലുതാക്കി കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും നിർത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ആയതുകൊണ്ട് നിങ്ങളോടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ആമേൻ നിങ്ങൾക്ക് ഈ കുഞ്ഞിന് ആമേൻ ജന്മം നൽകുവാൻ ഇടയായി. ആമേൻ. ഇനി നിങ്ങൾക്ക് ഉള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് ഒരു ജീവിതം നൽകുക എന്നുള്ളതാണ്. ആത്മീകമായി പത്യോപദേശത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണം. വിശുദ്ധിക്ക് വേണ്ടി ഈ കുഞ്ഞിനെ ആമേൻ ശക്തമായി നിർത്തണം. ഞാൻ വിശുദ്ധി എന്ന് പറയുമ്പോൾ സമയം പരിമിതമാണ്, എനിക്കറിയാം. വിശുദ്ധി അതിവിശുദ്ധിയായി പോകരുത്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെയുള്ള ഉപദേശമാണ് ഈ കുഞ്ഞിനോട് കൊടുക്കാൻ ഉള്ളത്. ഏബൽ മോൻ ആമേൻ ഹല്ലേലൂയ നീ അങ്ങോട്ട് നോക്കരുത് എന്ന് പറയുമ്പോൾ കെസിയാമോൾ പറയുക എടാ നീ ഇങ്ങോട്ട് നോക്കാതെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നമുക്ക് നല്ലൊരളവിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. ആമേൻ. ഇത് ഇന്ന് പകൽക്കാലം ഈ മാതാപിതാക്കളോട് പറയുമ്പോൾ തന്നെ ആത്മാവിൽ എനിക്ക് അകത്തളത്തിൽ പ്രേരണയുള്ളത് ആമേൻ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവസഭയോടും കൂടെയാണ്. ആമേൻ ഹല്ലേലൂയ. നമ്മൾ വചനത്തിന് അനുഷ്ഠിതമായി മാത്രം കുഞ്ഞുങ്ങൾക്കാകട്ടെ മുതിർന്നവർക്കാകട്ടെ ഉപദേശം നൽകുവാൻ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു
ഇരുമ്പ് ഒത്തിരി ടെമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് ഒത്തിരി ടെമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോത്തേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ശക്തമായി വിശുദ്ധിക്ക് വേണ്ടി നിർത്തണം. ആമേൻ. അവരെ അതിവിശുദ്ധി പറഞ്ഞ് ഹല്ലേലൂയ അവരെ ആമേൻ നമ്മുടെ ആ അനുഭവത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. നമ്മുടെ കുഞ്ഞിനോട് അടുക്കളയിൽ പോയി കത്തി എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അത് മനസ്സിലാക്കും. കത്തി എടുക്കരുത്, കാരണം കത്തി ആമേൻ അപകടകരമാണ്. ഹല്ലേലൂയ. ഒരു ഓറഞ്ച് അവിടെ ഇരിക്കുന്നു, മോനെ നീ ആ ഓറഞ്ചും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ഒന്നുകൂടെ ചിന്തിക്കും. എന്തേ? ആ കുഞ്ഞ് ഒന്നുകൂടെ ചിന്തിക്കും. ഹല്ലേലൂയ. കത്തി എടുക്കരുത്, ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നു. പക്ഷെ അവിടെ ഇരിക്കുന്ന ഒരു ഓറഞ്ച് കൂടെ എടുക്കരുതെന്ന് പറയുമ്പോൾ അതല്പം കടന്നുപോയി, അല്പം കഠിനമായി പോയി. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞിനെ ആത്മികമായി ഏതെല്ലാം അളവിൽ പരിപോഷിപ്പിക്കാൻ കഴിയുമോ ആ അളവിലെല്ലാം ആമേൻ ഈ കുഞ്ഞിനെ മുൻപോട്ട് കൊണ്ടുവരേണ്ട കടമ നിങ്ങൾക്ക് ഉണ്ട്. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബലഹീനമാകുന്ന കയ്യിൽ ഈ കുഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ആമേൻ ദൈവത്തിൻ്റെ ആമേൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദ്യോപദേശത്തിലും വിശുദ്ധിയിലും ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണോ? യെസ്, ഓക്കെ. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിനു വേണ്ടി നമുക്ക് ആമേൻ ഈ കുടുംബത്തിന് മാത്രമല്ല ഈ സഭയ്ക്കും, ഒരു പക്ഷെങ്കിൽ അവരെ അടുത്ത ആഴ്ച ഇവിടെ നിങ്ങൾ കാനഡയ്ക്ക് പോയെന്നിരിക്കും. നിങ്ങൾക്ക് ചിന്തയുണ്ടാകും, ആ കുഞ്ഞും ആ കുടുംബവും ഒന്നും ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്താ? അങ്ങനെയല്ല. ഈ കുഞ്ഞ് എവിടെ പോയാലും ഈ കുഞ്ഞിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നാം ഇന്നിവിടെ ഇരിക്കുന്ന ദൈവജനമാണ്. ഓക്കെ. ഹല്ലേലൂയ. ജീസസ്. ജീസസ്. പരിശുദ്ധ പിതാവേ, അങ്ങേ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ ഏബൽ മോനും കിസിയാമോൾക്കുമായി സ്തോത്രം ചെയ്യും. അവരുടെ കുടുംബജീവിതത്തെ ഇത്രത്തോളം സഹായിച്ചു, അനുഗ്രഹിച്ചു. അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പൈതൽ ശരീരത്തിൽ ബലഹീനയായിരുന്ന അവസരങ്ങളിൽ അവർ കുടുംബമായും ദൈവസഭയായി ഞങ്ങളും ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടുന്ന് സംഗതിയാക്കി. തക്ക സമയത്ത് അനുഗ്രഹീതമാകുന്ന സുഖപ്രദമാകുന്ന ഒരു നല്ല വിടുതൽ കൊടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരുടെ കുടുംബജീവിതത്തിൽ നൽകിയ ഈ കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ ബാലാരുഷകളിൽ നിന്നും വിടുവിച്ച് ദൈവകൃപയിൽ വളർത്തിയെടുക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സഭയായി അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ആത്മികമായി, ഭൗതികമായി, ശാരീരികമായി എല്ലാ അനുഗ്രഹങ്ങളും കൽപ്പിച്ച് അവിടുന്ന് ജയത്തോടെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹല്ലേലൂയ അനുഗ്രഹങ്ങളും കൽപ്പിച്ചാട്ട് ഈ പൈതലിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അങ്ങയുടെ കൃപാ കടാക്ഷങ്ങൾ അവരുടെ കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ജോയ് ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു, മേരിക്കുട്ടിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളുടെ നന്മ കണ്ട് അങ്ങേ സ്തുതിപ്പാൻ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് കൊടുത്ത വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. പിന്നെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. ഈ വാത്സല്യ പൈതലിന് ഹല്ലേലൂയ ഗബ്രിയേൽ കസ് ഏബൽ എന്ന് നാമകരണം ചെയ്ത് ആമേൻ ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ ആമേൻ ഈ മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഈ കുഞ്ഞിന് അവർക്ക് കുടുംബമായി ഈ കുഞ്ഞിൻ്റെ മേൽ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് കെസിയാമോളുടെ പക്കലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. ആമേൻ. ദൈവങ്ങളുടെ എല്ലാവരുടെയും കരുതി നീട്ടിയാലും പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു കർത്താവ് നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അപ്പാ ഈ കുടുംബത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ മുട്ടുകുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ.
കർത്താവ് ഞങ്ങളുടെ നന്മകളെല്ലാം അങ്ങയുടെ ദാനമാണ് കർത്താവ്. ഞങ്ങളുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഒന്നും നേടാൻ കഴിയില്ല കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങൾക്കൂടെ എല്ലാം കർത്താവ് നൽകിയാണപ്പാ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. പ്രിയ ഏബലിനായി സ്തോത്രം ചെയ്ത കർത്താവ്, പ്രിയ പൈതലിനെ ത്തോളം അനുഗ്രഹിച്ചനായ സ്തോത്രം. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവ് നിറച്ചനായ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. പ്രിയ ക്രിസ്ത്യമോളെ കർത്താവ് സഹായിച്ചല്ലോ കർത്താവെ. പ്രിയ പൈതൽ പ്രദേശത്ത് പോകാനും അവിടെ പഠിപ്പാനും എല്ലാം കർത്താവ് സഹായിച്ചല്ലോ. ഹല്ലേലൂയ. തക്ക സമയത്ത് കർത്താവെ അവിടുന്ന് കുടുംബജീവിതം കർത്താവ് കൊടുത്ത് മാനിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ കർത്താവ് കൊടുത്ത് മാനിച്ചല്ലോ കർത്താവെ. ഹല്ലേലൂയ. പ്രൈസ്തലോ. സ്തോത്രം. അവരുടെ ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യവും നിറവും കർത്താവേ പ്രിയ മക്കളുടെ മേൽ കർത്താവ് പകരണമേ കർത്താവേ. ഹല്ലേലൂയ. പൈതലിനെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ കൃപകളും അവരുടെ മേലെ കർത്താവ് പകരണമേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവ് ബലപ്പെട്ടു. ദൈവത്തിന്റെ കൃപയും അവന്റെ മേൽ ഉണ്ടാകുന്ന പദപോലെ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെട്ട അഭിഷേകത്താൽ നിറയപ്പെട്ട ദൈവസാന്നിധ്യം വഹിക്കുന്ന അഭിഷേകം വഹിക്കുന്ന ഒരു പൈതലായി കുഞ്ഞിനെ വളർത്തുവാൻ ഹല്ലേലൂയ പ്രിയ മക്കളെ കർത്താവ് സഹായിക്കണമേ. റിഖമന ബദരകൾ ഖമനിയ ഓരബന അതുൽ ഖമന ബൗഷമൽ ഖമന ഗശിയ. എല്ലാ പോരുകളെയും അന്താഹത്തിലും പോരുകളെയും നസറ യേശു നാമത്തിൽ ഞങ്ങൾ ശാസ്ത്രി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ കുടുംബം ദേശത്തിന് സഭയ്ക്ക് ദൈവദാസന്മാർക്ക് രാജ്യങ്ങൾക്ക് രാഷ്ട്രങ്ങൾക്ക് അനുഗ്രഹമായ ഹല്ലേലൂയ കർത്താവേ കുടുംബമായി വരുവാൻ എല്ലാ നാമത്തിന് മേലായ നാമത്തെ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു കുടുംബമായി വരുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അതിനാവശ്യമായ എല്ലാ കൃപകളും കർത്താവ് കൊടുത്ത് മായിക്കണമേ. ജോയിച്ചാന മേൽക്കുട്ടി ആൻറ്റി അമ്മച്ചിയെ ഹല്ലേലൂയ ഈ ഭവനവുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും ഹല്ലേലൂയ ഏഞ്ചൽ മോളെ പിന്നെ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സഹായിക്കണം. കൃപയും മറക്കണമേ. എല്ലാ മാന മഹത്വം പുകഴ്ച അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൃപ കൊടുക്കണം. യേശുവിനെ സഹായിക്കണം പിതാവേ. ആമേൻ. ഇന്ന് പകൽക്കാലം എനിക്ക് തോന്നുന്നു ഫുഡ് അകത്ത് കൊണ്ടുവന്നു തോന്നല്ലേ. ആക്ച്വലി നമുക്ക് അകത്ത് കൊണ്ടുവരാൻ പെർമിഷൻ ഇല്ല എങ്കിലും അകത്ത് കൊണ്ടുവന്നപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തന്നെ അങ്ങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് പോയിരിക്കാം പ്ലീസ്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണുകളടയ്ക്കാം. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ ഇത്രത്തോളം സഹായിച്ചു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും അവിടുത്തേക്ക് പുകഴ്ചയർപ്പിപ്പാനിടയായി തീർന്നു. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് ദാനമായി കൊടുത്ത കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തു. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. മടങ്ങിപ്പോകുമ്പോൾ ദൈവിക സാന്നിധ്യം നമ്മോട് കൂടെ ഇരിപ്പാൻ, ക്ഷേമത്തോടെ കർത്താവ് നമ്മെ ഭവനങ്ങളിൽ എത്തിക്കുവാൻ, ആമേൻ, തുടർന്ന് നടക്കേണ്ട ആമേൻ സൺഡേ സ്കൂൾ അനുഗ്രഹമായി ഇരിപ്പാൻ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ശക്തമായി പ്രാർത്ഥനയുടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ കെ ബിജു അവറുകൾ ആമേൻ ഉപസംഹരിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഇന്ന് പകൽക്കാലം പിരിവാനിടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുസന്നിധിയിൽ അങ്ങയുടെ ജനമായി ഞങ്ങൾ കൂടി വന്ന് അങ്ങയെ ആരാധിപ്പാനും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥണയ്ക്കുവാനും അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാനും പ്രത്യേകിച്ച് പ്രിയ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിപ്പാൻ ഒക്കെ കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയുടെ മധ്യ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ചർച്ചിനായി സ്തോത്രം. കർത്താവ് നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശേഷ പാസ്റ്റർക്കായി സ്തോത്രം, ഭവൻ പാസ്റ്റർക്കായി സ്തോത്രം. അടികളെല്ലാവരും തൃക്കരങ്ങളിലേക്ക് നൽകുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ക്രമീകരണങ്ങളെല്ലാം അവിടുന്ന് ഒരുക്കിയ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനപ്രകാരം ജീവിപ്പാനും ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ വരവിനായി ഒരുങ്ങുവാനും പരിശുദ്ധാത്മാവിൽ അങ്ങയുടെ സാക്ഷ്യം വഹിക്കുവാനും എല്ലാം ഞങ്ങൾക്ക് കൃപ നൽകിക്കാട്ടെ. ദേശത്തിൻ്റെ യാതൊരു ഇരുട്ടുകളോ അന്ധകാരങ്ങളോ ഞങ്ങളെയോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയോ കുഞ്ഞുങ്ങളെയോ ആമേൻ കുടുംബത്തെയോ തൊടാതെ വണ്ണം കൃപയിൽ നിർത്തിക്കൊള്ളുന്ന അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കാവലും കൂട്ടായ്മയും സഹവാസവും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് ഈ സഭയോടും ഇന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട ആ കുഞ്ഞിൻ്റെ മേലും ആ കുടുംബത്തിന്മേൽ നാം ഏവരോടും കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതവരെയും അവിടുത്തെ സാന്നിധ്യം ഇരിക്കുമാറാകട്ടെ.
ഇന്ന് പകൽ നമുക്ക് ജയം തന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു. ആമേൻ. സമാധാനത്തോടെ എല്ലാവർക്കും കടന്നു പോകാം. ക്രിസ്തുയേശുവിന്റെ കൃപയും സാന്നിധ്യവും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. സ്തോത്രം.